കണ്ടില്ലേ നായകനെ? ആ മുഖം തേയിലയും പഞ്ചസാര കൂടെ കുഴച്ചു വെച്ചിരിക്കുന്നു പോലെ. കാലം എത്രയായി? മോന് വേണ്ടി എന്തുണ്ടാക്കി വെച്ചിരിക്കുന്നു? ഇതൊരു കഷ്ടമാണ്. ഒരു ജോലിയും ചെയ്യാൻ വയ്യാത്തോണ്ടല്ലേ അച്ഛൻ നാടകത്തിൽ അഭിനയിക്കാൻ പോയത്? നിന്റെ 2 പെങ്ങന്മാരെ കെട്ടിച്ചു, നിന്നെ പഠിപ്പിച്ചില്ലേ? കാശ് കൊടുത്ത് നിനക്ക് ജോലി വാങ്ങിച്ചു തന്നില്ലേ? നീയല്ലേ കുടുംബം മുടിപ്പിച്ച് ഉള്ള വീടും പറമ്പും ബാങ്കിൽ പണയം വെച്ച് എല്ലാം നശിപ്പിച്ചില്ലേ? ഇറങ്ങിപ്പോടാ. എന്റെ കൃഷ്ണ, എനിക്ക് ഗതി വന്നല്ലോ. നമ്മുടെ വിധി. നടക്കാൻ പോലും വയ്യാത്ത ഞാൻ അന്ന് നാടകത്തിൽ അഭിനയിക്കാൻ പോയത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ പെൻഷനെങ്കിലും കിട്ടണ്ടല്ലോ. 2 പെൺപിള്ളേരെ കല്യാണം കഴിപ്പിക്കാൻ പറ്റി. അതൊരു വലിയ മഹാഭാഗ്യമല്ലേ? നന്നായി. ഇന്നിപ്പം ഇങ്ങനെയായി. എന്ത് ചെയ്യാനാ? എല്ലാം വിധി. കൊറേ നേരം കൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, കാശ് തരുന്നുണ്ടോ നിങ്ങള്? എന്റെ എവിടുന്നടാ? തള്ളയാണെന്ന് നോക്കല്ലോ, വെച്ച് കീച്ചു ഞാൻ. എന്നാ കൊല്ലടാ. ഇന്നലെ കൊല്ലാൻ നോക്കിയില്ലേ? ഇന്നലെ പെൻഷൻ കിട്ടിയില്ലയോ? ആ കാശ് എവിടെ പോയി? അച്ഛൻ ആ കാശിന് മരുന്നും കുഴമ്പും വാങ്ങാൻ പോയി. ഇനിയിപ്പൊ ഇവിടെ ഒന്നുമില്ല. എന്താടാ എന്നാടാ കാണിക്കുന്നേ? എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പ്രശ്നമുണ്ട്. അയ്യോളെ തീർക്കാൻ പ്രശ്നം. എന്നാലും കാര്യം ചെയ്ത് 1000 രൂപ എന്നിട്ട് ഇവിടുന്ന് വാങ്ങിച്ചു വൈകിട്ട്. എന്റെ എവിടുന്നാ? എന്റെ ഒരു പൈസ ഇല്ല. നിങ്ങൾ കുറച്ച് നേരം കൊണ്ട് പ്രശ്നങ്ങൾക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്ക് 1000 രൂപയുടെ അല്ലോ പ്രശ്നമുള്ളൂ. അത് നമുക്ക് വേണ്ട പോലെ ഇത് നിനക്കുള്ള പണി ഞാൻ ആക്കി തരാം. പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. എന്റെ ഈശ്വരാ, പ്രദീപ് ചോദിച്ചോ? നന്നായി. നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ. അവനെ കൊണ്ടുപോയി. എന്നാലും ഇത് വേണമായിരുന്നോ? വേണം. വീടും നാടും നന്നാവാൻ ഇവരെ പോലുള്ളവരൊന്നും ശരിയാവില്ല. ഇവരെ പോലുള്ളവരൊന്നും വളർത്താനും പാടില്ല.